നസീസ് ആർക്കൈവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമ്മൾ പെണ്ണുങ്ങൾക്ക് എന്തായാലും ഒരു ദിവസമെങ്കിലും മടിയില്ലാതിരിക്കില്ലല്ലേ. ഭയങ്കരമായിട്ട് എനർജറ്റിക് ആയിട്ട് എല്ലാ ടൈമിലും എന്താ പറയുക 24 മണിക്കൂർ എന്ന് പറഞ്ഞ മാതിരി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാനൊന്നും നമുക്ക് പറ്റലുണ്ടാവില്ല. അപ്പോൾ ചില സമയത്ത് നമ്മളെ മടി ചില കാര്യങ്ങളൊന്നും എടുക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെ ആക്കാലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ദിവസം വരുമ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്ന ഈ വീഡിയോ കൂടി. എൻ്റെ ജോലികളൊക്കെ ഒന്ന് രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇക്കാകെ ഒരു 9 മണിയായപ്പോഴത്തേക്ക് വന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പണിക്ക് പോയാൽ മതിയാണ്. അപ്പോൾ ഈ സൈഡ് ഭയങ്കരമായിട്ട് വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കൂടാതെ ചാമ്പൊക്കെ ഉണ്ടായിട്ട് കുറേയൊക്കെ തൊഴിഞ്ഞു പോയിട്ട് കുട്ടികളൊക്കെ വന്ന് പെറുക്കലുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കുലുക്കുമ്പൊക്കെ അങ്ങനെ തൊഴിഞ്ഞു വെക്കുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് വിറക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അയൽവാസിയും ഫ്രണ്ടൊക്കെ ആയിട്ടുള്ള സെബീന കുറേ വിറകും ചേരിയും ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കണമല്ലോ. അപ്പോൾ ആ ഒരു പണിയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വിറകുണ്ട് കീറി തരുന്നുണ്ട്. ഞാൻ ഈ കാറ്ററിംഗ് ഒക്കെ ചെയ്യുമ്പോൾ പുറത്തടുപ്പിലാണല്ലോ അധികം വെക്കൽ. അപ്പോൾ എന്തായാലും വിറക് വേണം. ഉള്ള വിറകൊക്കെ തീർന്നിട്ടും ഇനി. അപ്പോൾ ഈ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണം. മഞ്ഞളുണ്ട് കൊത്താൻ, അതുകൊണ്ട്. അപ്പോൾ എന്തായാലും പണിയില്ല. അപ്പോൾ എന്നാൽ ഇത് ക്ലീൻ ചെയ്യലും ഈ പണിയെല്ലാം കൂടി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് മഞ്ഞൾ കൊത്തലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞൾ പുഴുങ്ങണം. കുറച്ച് മോൾക്ക് ഇനിയിപ്പോൾ ആവശ്യം വരുമല്ലോ. ജൂണിലേക്കാണ് ഓളെ ഡെലിവറി ടൈം ആവുന്നത്. അത് കുറച്ച് എടുത്തേക്കണം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഓർഡർ ഉണ്ടായിന് ഇന്ന്. തലേന്ന് ഒരു ഓർഡർ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ തലേന്നത്തെ ചെയ്ത് വെച്ചിട്ട് അപ്പോഴേക്കും എനിക്ക് വയ്യാണ്ടായി. വൈകുന്നേരം ആയപ്പോഴത്തേക്കും പിന്നെ ആ പാത്രങ്ങളൊക്കെ അച്ചയിൽക്കുണ്ട് കേട്ടോ. അത് ഉണ്ട് കഴുകാൻ. പിന്നെ ഇന്ന് കുറച്ച് ചെറിയൊരു ഓർഡറാണ് കേട്ടോ, 1.5 കിലോൻ്റെ. അതും ചെയ്യണം. അപ്പോൾ അത് പാത്രങ്ങളൊക്കെ ഉണ്ടിട്ട് കഴുകാൻ. അപ്പോൾ അത് പുറത്തേക്ക് കൊണ്ടുപോയിട്ടിട്ടുണ്ട്. പിന്നെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം വന്നതാണ്. അപ്പോൾ ഒന്ന് വൈകുന്നേരമാണെന്ന് പറഞ്ഞല്ലോ. വൈകുന്നേരമാണ് എൻ്റെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ സാധനം വാങ്ങുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ പണി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ചിക്കനും ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട്. ബീഫും ചിക്കനും ഒക്കെ ആണ് വേണ്ടിയത്. അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ പോയിട്ട് ബാക്കിയുള്ള സാധനങ്ങളും കൂടി വാങ്ങിയതാണ്. ഞങ്ങളെ മീൻ മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ ആ കാണുന്നത് അവിടെയാണ് ബീഫൊക്കെ ഉണ്ടാകുക. അപ്പോൾ അവിടെയൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ മീനും ബീഫും ചിക്കനൊക്കെ വിൽക്കുന്ന കടയാണ് കേട്ടോ. അത് 2 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ഉള്ളി ഇല്ലാത്തതിനോണ്ട് തൊട്ടടുത്തുള്ള പച്ചക്കറി കടയിൽ ചെന്നിട്ട് ഉള്ളി വാങ്ങിയതാണ്. സൂപ്പർ മാർക്കറ്റിലാകുമ്പോൾ കയറിയാൽ എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. അപ്പോൾ പിന്നെ 2-3 പീടികയിൽ കയറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവിടുന്ന് ഇവിടുന്നും കൂടിയൊക്കെ വാങ്ങുന്നത്. ഞാൻ സാധനമായിട്ട് വീട്ടിലെത്തിയ സമയത്ത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഇളനീ മുറിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല അന്നത്തെ വിറകിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇളനീം തന്നിട്ടുണ്ടേനി. മടി ചില സമയത്തൊക്കെ നമുക്ക് നല്ലതാണെന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഫുൾ ടൈം ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒന്ന് മടി പിടിച്ചിരിക്കാനൊക്കെ ഉള്ളൊരു കൊതി തോന്നും. അപ്പോൾ ചില സമയത്ത് നമ്മളെ ശരീരത്തിന് ആ ഒരു മടി ഗുണം ചെയ്യും. പക്ഷേ എല്ലാ ടൈമിലും മടിയായാലോ അതും നടക്കില്ലല്ലോ. അപ്പോൾ ചില സമയത്ത് നമുക്ക് മടി വരുന്നത് വല്ലാത്ത വയ്യാണ്ടാകുമ്പോഴാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറവ് വരും. അപ്പോൾ ആ ഒരു സമയത്താണ് നമുക്ക് വല്ലാത്തൊരു മടി വരിക. മനസ്സ് എല്ലാ ജോലിയും ചെയ്യണമെന്നുണ്ടാവും, പക്ഷേ എടുക്കാൻ നമുക്ക് പറ്റലുണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ടോളണം കേട്ടോ. വൈറ്റമിൻ ഡി കുറയുകയാണെങ്കിൽ നമുക്ക് നല്ല മുടി കൊയ്യുകയും ചെയ്യും, ക്ഷീണവും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതേപോലെ 40 കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല കാൽസ്യക്കുറവും ഉണ്ടാവും. കുറേ പ്രശ്നങ്ങളും ഉണ്ടാവും കേട്ടോ അത്. അപ്പോൾ അതെന്തായാലും നമ്മൾ സ്വയം ചികിത്സിക്കാതെ ഡോക്ടറെ കാണുന്നത് തന്നെ നല്ലത്. അപ്പോൾ എനിക്ക് മുമ്പ് അങ്ങനെ ഉണ്ടായി. കുറേ ദിവസം ഞാൻ ജ്യൂസ് കുടിച്ചിട്ട് മാങ്ങാക്കിയിട്ടൊക്കെ ഓരോ ചെയ്ത് നോക്കി. പക്ഷെ അത് മാറാത്തതുകൊണ്ടാണ് അന്ന് ഞാൻ ഡോക്ടറെ കാണിച്ചത്. ഇപ്പോഴും വൈറ്റമിൻ D3 ഉണ്ടല്ലോ, കാൽസ്യവും രണ്ടും കൂടിയുള്ള അത് ഇപ്പോഴും ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മാസം കഴിക്കും, പിന്നെ ഒരു 15 ദിവസം കഴിക്കൂല, അങ്ങനെയാണ്. കണ്ടിന്യൂ കാൽസ്യത്തിൻ്റെ ആയാലും വൈറ്റമിൻ്റെ ആയാലും കണ്ടിന്യൂ ഗുളിക കുടിക്കുന്നതും വലിയൊരു ഇതുണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കുടിക്കും, കുറച്ചൊരു ഗ്യാപ്പ് ഇടും, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ അതേപോലെ ഈ നല്ല മടി വരുന്ന ഒരു സമയം ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് ചില സമയത്ത് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് എവിടേക്കെങ്കിലും പോകണമെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ നമ്മൾ നേരത്തെ എണീക്കും, നമുക്ക് നല്ല ഇൻട്രസ്റ്റിൽ പണിയെടുക്കും അല്ലേ. പുറത്തേക്ക് പോകണമെങ്കിലോ ട്രിപ്പ് പോകണമെങ്കിലോ ഒക്കെ. അപ്പോൾ അതേപോലെ നമുക്ക് എല്ലാ സമയത്തും ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ നമ്മൾ വീട്ടിലത്തെ പണിയെടുക്കുമ്പോൾ. ഇങ്ങനെ നിരന്തരം പണിയെടുത്ത് നമുക്ക് കുറേ ചടപ്പും വന്നിക്കണം അല്ലേ. നമ്മൾ ജോലി എടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ജോലികളാണ് നമ്മൾ ആദ്യം എടുക്കുക. പിന്നെയാണ് അപ്പോഴേക്കാണ് നമ്മൾ ആ മടി ഇങ്ങനെ തലച്ചോറ് ഇങ്ങനെ പറയുമോ മതി അവിടെ ഇട്ടേക്ക് എന്നുള്ളൊരിത് വരും. പക്ഷേ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പണികളാണ് നമ്മൾ ആദ്യം തന്നെ എടുക്കേണ്ടത്. കുറച്ചൊരു എനർജി ഉള്ള സമയത്ത് നമ്മൾ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പണി എടുക്കുക. അങ്ങനെ ആകുമ്പോൾ
പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള പണി അല്ലെങ്കിൽ എളുപ്പമുള്ള പണിയൊക്കെ ഉണ്ടാവില്ല, അത് പിന്നെ നമുക്ക് മടി വരുന്ന സമയത്ത് ചെയ്യാമല്ലോ, ഇൻട്രസ്റ്റ് ഇല്ലാതെ ചെയ്യാം. അപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് മടി വരുന്ന സമയത്താണ് നമ്മളിത് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യുക. എനിക്ക് ഏറ്റവും മടി പുറത്തെ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ. പുറം ചുറ്റും വിറകൊതുക്കി വെക്കാനുണ്ടാവും, ക്ലീൻ ചെയ്യാനുണ്ടാവും, അവിടെ കണ്ടൊക്കെ അടിച്ചു വരാൻ, കണ്ടെന്നറിയാൻ മാത്രമൊന്നുമില്ല, എന്നാലും ഇത്തിരി ആണെങ്കിലും അവിടുത്തെ പുല്ല് പറിക്കാൻ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. അപ്പം ഞാൻ എന്താ ചെയ്യുക, ചില സമയത്ത് രാവിലെ തന്നെ നമ്മുടെ ചായൻ്റെ പണിയൊക്കെ കഴിഞ്ഞ പാടന്നെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിക്കാളും. കാരണം അടുക്കളയിലെ പാത്രം കഴുകൽ, ഭക്ഷണം ഉണ്ടാക്കൽ, അടിക്കൽ, തുടയ്ക്കൽ അതൊക്കെ നമ്മൾ എന്തായാലും ചെയ്യും, ചെയ്യാതെ തരല്ലല്ലോ. അപ്പോൾ ഞാൻ എന്താക്കി, പുറത്തുള്ള പണിയാണല്ലോ, ഇതേപോലെ മുറ്റം നന്നാക്കലുണ്ടെങ്കിലും ഈ മുറ്റത്തുള്ള ഇലകളൊക്കെ പെറുക്കി അടിച്ചരിക, അങ്ങനത്തെ ഒക്കെ പണി ഉണ്ടാവുമല്ലോ. ആ സമയത്ത് ഞാനത് വേഗം ചെയ്താവും കേട്ടോ രാവിലെ തന്നെ. അത് രാവിലെയാണ് എനിക്ക് ഏറ്റവും ഒരു ഇൻട്രസ്റ്റ് ഉള്ള സമയം. ആദ്യമൊക്കെ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ, രാവിലെ ചായ കൂടി കഴിഞ്ഞാൽ ഒരു 8 മണിയാകുമ്പോഴത്തേക്കാകെ പോവും. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ വേഗം പോയി കിടന്നുറങ്ങും കുറേ സമയം, ഒരു 1.5 മണിക്കൂർ. പിന്നെ ഞാനത് ആ സമയം എഡിറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇതാക്കി. നമുക്ക് മടി പിടിച്ച് കിടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളെ മനസ്സിലും ഒരു ചടപ്പുണ്ടാവില്ല, നമ്മൾ പണിയെടുക്കാതെ മടിച്ചുത്തിരിക്കുകയാണെന്നുള്ളൊരു ഒരു ഇതും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വേഗം എഡിറ്റ് ചെയ്യലൊക്കെ ആ ഒരു കിടത്തത്തിലാക്കും. ഇപ്പോൾ പിന്നെ കണ്ടിന്യൂ വീഡിയോ ഇടാത്തതിന് കൊണ്ട് തന്നെ ആ സമയത്ത് ഇപ്പോൾ ഞാൻ പണിയെടുക്കലാണ് കേട്ടോ. ഇപ്പം എനിക്ക് ആ ഒരു മടിയില്ല, കിടന്നുറങ്ങണൊരു മടിയില്ല. പിന്നെ ഞാൻ പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പോയി കിടക്കില്ല. അഥവാ ഞാൻ ആ 10 മണിയൊക്കെ ആകുമ്പോൾ കിടക്കണ കണ്ടുകൊണ്ടൊക്കെ ആകെ വരുന്നെങ്കിൽ എനിക്ക് നല്ലോണം ചീത്ത വെക്കും കേട്ടോ. കാരണം എൻ്റെ പണിയൊക്കെ കഴിച്ചിട്ട് എത്ര വേണമെങ്കിലും കിടന്നോന്നാണ് പറയുക. പക്ഷേ ആ ഒരു 10 മണിക്ക് കിടക്കണ ഒരു സുഖം വേറെ എപ്പം കിടന്നാലും കിട്ടൂല കേട്ടോ. ആ ഒരു സമയത്ത് ഒരു 1/2-3/4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1 മണിക്കൂറൊക്കെ അങ്ങനെ കിടന്ന് ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ എന്തെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ ആ സമയത്ത് വേറെ ആര് പറഞ്ഞാലും ആ ഒരു സുഖം ആർക്കും മനസ്സിലാവില്ലല്ലോ. പക്ഷേ ഞാൻ അതൊക്കെ ഒഴിവാക്കിയപ്പോൾ ആ സമയത്ത് ഇപ്പോൾ കിടക്കലില്ല കേട്ടോ. വേഗം തന്നെ രാവിലത്തെ ആ ഒരു ചായൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ചോറിൻ്റെ പണിയെടുക്കും. അല്ലെങ്കിൽ മുന്നേ ഞാൻ ആ ഒരു 8 മണീൻ്റെ ചായ കഴിഞ്ഞ് ചിലപ്പോൾ പാത്രം പോലും കഴുകാതെയും വന്ന് കിടക്കാൻ പോവുക. ആ ഒരു എന്തോ ഒരു കട്ടിലിൻ്റെ മാടി വിളിക്കും, വന്ന് കിടന്നോന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അങ്ങനെ പാഞ്ഞു പോയി കിടന്നുള്ള ശീലമായിപ്പോയി കുറേ കാലം. പക്ഷേ പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് മടിയൊക്കെ മാറിയിട്ട് രാവിലെ തന്നെ അടുക്കളയിലെ പണിയും ആ ചായൻ്റെ പണീൻ്റെ കൂട്ടത്തിൽ തന്നെ ചോറിൻ്റെ പണിയെടുക്കും. അല്ലെങ്കിൽ ഇതേപോലെ ഈ ചോറിൻ്റെ പണി കഴിഞ്ഞ പാടന്നെ മുറ്റത്തേക്ക് ഇറങ്ങും. അങ്ങനത്തെ ഒക്കെ ക്ലീനിങ്ങിൻ്റെ പണി അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അതിൻ്റെ ഇടയ്ക്ക് ഓർഡർ വന്നാൽ ആ ഓർഡറുള്ള ദിവസം ഇങ്ങനത്തെ വേറെ പണികളൊന്നും ഞാൻ അങ്ങനെ എടുക്കൂല കേട്ടോ. അടിച്ച് വരാ എന്നല്ലാതെ തുടയ്ക്കൂല. പിന്നെ കല്ലുമ്മ കൊണ്ടുപോയി തിരുമ്പടി ഉണ്ടാവുക, തിരുമ്പൂല. ഓർഡറും എല്ലാം കൂടി ആകുമ്പോൾ കുറേ സമയം നമ്മൾ നിന്ന് ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് നടുവേദനയും പുറം വേദനയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്യലില്ല കേട്ടോ. ഇപ്പോൾ അൽഹംദുലില്ലാ ആഴ്ചയിൽ ഒരു 3 ഓർഡറെങ്കിലും എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ നമ്മളെ അടുക്കളയിൽ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് എനിക്കൊരു പാത്രം കിട്ടിക്കുന്നു കേട്ടോ. നമ്മുടെ ബാത്റൂമിൽ ചെറിയൊരു പണി ഉണ്ടായിന്. അപ്പോൾ ആ ഒരു പണീൻ്റെ സമയത്ത് ടൈല് ഇടാൻ വേണ്ടിയിട്ട് അപ്പോക്സി ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഞങ്ങൾ അങ്ങനെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് പൈസ ഒന്നും കൊടുത്തില്ല, അപ്പോക്സി ഒരു കുറച്ച് കൊണ്ട് തന്ന് അങ്ങനെ ചെയ്തതാണ്. നമ്മൾ ബാത്റൂമൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബക്കറ്റ് ഉണ്ടല്ലോ അപ്പോക്സിനെ, ഞാൻ പറഞ്ഞു അത് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അത് തന്ന് അതിലിപ്പോൾ വേസ്റ്റ് ഇടലാണ്. അപ്പോൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഞാനെപ്പോൾ ഈ വേസ്റ്റ് ഇടാനുള്ള പാത്രം ഇങ്ങനെ വാങ്ങും. ഒരു 6 മാസം പോലും എനിക്ക് കിട്ടില്ല, അത് പൊട്ടിപ്പോവും. അതിനോട് ഇപ്പോൾ ഞാൻ എന്താ ചെയ്യൽ, നമ്മൾ ഈ ഇത് വാങ്ങൂലേ, തൈര് വാങ്ങൂലേ, ഈ മിൽക്കി മിസ്റ്റിൻ്റെ തൈര് ഞാൻ ഇങ്ങനെ ഓഫറിലൊക്കെ വാങ്ങലുണ്ട്. ആ തൈരിൻ്റെ പാത്രം എടുത്തിട്ട് അതിലാണ് വേസ്റ്റ് ഇടില്ല. അത് ചെറിയ പാത്രമാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ തൊലിയൊക്കെ കളയും, പച്ചക്കറിയൊക്കെ നുറുക്കുന്ന സമയത്ത് അതിൻ്റെ തൊലിയൊക്കെ കുറേ ഉണ്ടാവും. അപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ ബക്കറ്റ് എനിക്ക് കിട്ടി. ഇതാ ഈ ഒരു അപ്പോക്സി. പിന്നെ അതാ ഈ 4-5 ദിവസമായിട്ട് കൊണ്ടുവച്ചിട്ടുള്ള പൈനാപ്പിളാണ് കേട്ടോ. പൈനാപ്പിൾ എനിക്ക് തിന്നാൻ പറ്റാത്തതിനോണ്ടാണ് അത് അങ്ങനെ കിടന്നത് ഫ്രിഡ്ജിലേനി. പിന്നെ എന്തായാലും വേണ്ടിയില്ല, കുട്ടികൾ എന്തായാലും 2-3 ദിവസം കഴിഞ്ഞാൽ കൂടാൻ വരും. അപ്പോഴേക്കും അപ്പോഴേക്കും ഇത് ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. ഈ പൈനാപ്പിൾ ഉപ്പിലിട്ടതിൻ്റെ ആളാണ് ഞാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ബീച്ച് സൈഡിലൊക്കെ പോകുമ്പോൾ പൈനാപ്പിൾ എല്ലാവരും നെല്ലിക്ക് വാങ്ങുമ്പോൾ ഞാൻ ഈ പൈനാപ്പിൾ ഉപ്പിലിട്ട വാങ്ങൽ. അപ്പം ഞാൻ വേഗം എന്താക്കി, അത് ഇങ്ങനെ ഫ്രിഡ്ജിൽ കാണുമ്പോൾ ഒരു മനസ്സിനൊരു അസ്വസ്ഥത, എങ്ങനെ അവിടെ കിടന്ന് വെടക്കാവോ എന്നുള്ള ടെൻഷൻ. അപ്പോൾ വേഗം എന്താക്കി തൊലിയൊക്കെ ചെത്തിയിട്ട് ഒരു ജാറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. 2-3 പച്ചമുളകും ഉപ്പും സുർക്കയും പിന്നെ ചൂടാറിയ കുറച്ച് തിളച്ച വെള്ളവും ഒക്കെ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ നിൽക്കട്ടെ. പിന്നെ എനിക്ക് പാത്രങ്ങൾ കഴുകാൻ എന്തായാലും ഉണ്ടായിന്. ഞാൻ പറഞ്ഞില്ലേ, തലേന്ന് വെച്ച ബിരിയാണി വെച്ച പാത്രമുണ്ട്, ഇന്ന് വെച്ച പാത്രമുണ്ട്, ഒക്കെ കൂടി കഴുകാൻ വേണ്ടിയിട്ട് ഈ സെബീനല്ലേ ഇനി അതുകൊണ്ടും കൂടിയാണ് ഇട്ട് അങ്ങനെ നേരം വൈകിയത്. പിന്നെ സാധനം കൊണ്ടുവരുമ്പോൾ കാക സെബീനപ്പൊടി വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ
ഈ സെബീനപ്പൊടി നല്ലതാണ് കേട്ടോ, എനിക്കിഷ്ടമാണ് അലുമിനിയം പാത്രമൊക്കെ തേച്ചേക്കാൻ. വലിയൊരു മടിയുള്ള ഒരു പരിപാടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ ചില പണികളുണ്ടാവില്ല നമുക്ക് ഭയങ്കര മടിയുള്ള, അപ്പോൾ അതിൽ പെട്ടൊരു പണിയാണ് ഈ കരി പിടിച്ച പാത്രങ്ങൾ തേച്ചുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് മടി പിടിച്ചിങ്ങനെ നിന്നാൽ പുറത്ത് കൊണ്ടുപോയിടാൻ പറ്റില്ല, നായ എന്തെങ്കിലും നക്കിയാൽ അതും പ്രശ്നമായി നമ്മൾ അറിയില്ല. അതിനോണ്ട് മടിയുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് തന്നെ അങ്ങോട്ട് ചെയ്തേക്കും. ചില സമയത്ത് ഇങ്ങനെ നമുക്ക് ഒഴിവ് കിട്ടുമ്പോൾ ഒക്കെ അതവിടെ വെച്ചേക്കലില്ല എന്തായാലും. അങ്ങനെ സെബീനപ്പൊടിയും കുറച്ച് വെണ്ണീരും ഒക്കെ കൂടിയിട്ടിട്ട് ഇത് തേച്ചേക്കാണ് കേട്ടോ. കുറച്ച് പാത്രങ്ങളുണ്ട്. ഇതിങ്ങനെ ഭയങ്കര ശല്യമാണ് ഈ പാത്രം ഇങ്ങനെ കഴുകുക എന്ന് പറയുമ്പോൾ ഒരു ഇടങ്ങേറടിച്ചൊരു പരിപാടിയാണ് കേട്ടോ. നമ്മൾ സിങ്കിൽ നിന്ന് സ്റ്റീലൊക്കെ കഴുകി നമുക്കൊരു ശീലമായിപ്പോയി. പിന്നെ വെണ്ണീര് വെച്ചിട്ട് കഴുകണം, ഇങ്ങനെ പുറത്തുണ്ടോയല്ലേ പറ്റുള്ളൂ, അത് കഴുകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് കഴുകാനുണ്ട്, ഇനി അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. പിന്നെ ബാത്റൂമിലെ പണികളൊന്നും നിങ്ങൾ കണ്ടില്ലല്ലോ, ചെറിയൊരു പണിയാണ് കേട്ടോ. കുറേ ആയിട്ട് എനിക്ക് ഈ യൂറോപ്യൻ ക്ലോസറ്റ് ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് ഈ വീടുണ്ടാക്കിയ സമയത്തെ ഇന്ത്യൻ ക്ലോസറ്റും യൂറോപ്യൻ ക്ലോസറ്റും കൂടി ബാത്റൂമിലാക്കിയതേനി. പക്ഷേ പിന്നീട് അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിട്ടോ, 2 ക്ലോസറ്റ് ഉള്ളതിനെ കൊണ്ട്. അപ്പോൾ ഇനി ഏതായാലും മോള് പ്രസവത്തിന് വരുമ്പോഴേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാൻ വെച്ചിട്ട് ഫസ്റ്റ് തന്നെ ബാത്റൂമിലേക്കാണ് കേട്ടോ കയറിയിട്ടുള്ളത്. ബാത്റൂമൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ്. ഞാനെപ്പോഴും വിചാരിക്കും കേട്ടോ, ഈ സ്ഥിരമായിട്ട് അടുപ്പിൽ പാചകം ചെയ്യുന്നവർ എങ്ങനെയാണ് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് തേച്ച് എടുക്കണതെന്ന്. ഈ സെബീനപ്പൊടി ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സെബീനപ്പൊടിയും ഈ വെണ്ണീരും കൂടി ആകുമ്പോൾ പെട്ടെന്ന് ഈ നിറം വെക്കും, നല്ല തേച്ചേക്കാനും നല്ലൊരു ഇൻട്രസ്റ്റാണ്, തേച്ചേക്കാൻ വേഗം ക്ലീൻ ആവും. പക്ഷേ വെണ്ണീര് മാത്രം ഇട്ടിട്ട് ഇപ്പം എങ്ങനെയാണ് വൃത്തിയാക്കുക എന്നാണ് ഞാൻ ആലോചിക്കൽ. അതുപോലെ സമ്മതിക്കണം കേട്ടോ സ്ഥിരം. പക്ഷേ പണ്ട് കാലത്തൊക്കെ നമ്മൾ എത്രയോ ഇങ്ങനെ കരി പിടിച്ച പാത്രങ്ങളൊക്കെ കഴുകി, പക്ഷെ അതൊക്കെ ഇപ്പോൾ മറന്നുപോയില്ലേ നമുക്ക്. എനിക്ക് മറന്നുപോയിട്ടോ അതൊക്കെ അന്നൊക്കെ ചെയ്തൊക്കെ. ഇപ്പോൾ ഗ്യാസ് കിട്ടിയതിന് ശേഷം കരി പിടിക്കുന്നത് പാത്രങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ കാറ്ററിംഗ് ഉണ്ടാകുമ്പോൾ മാത്രമാണ്. അപ്പോൾ അത് തലേന്നത്തതും പിറ്റേന്നത്തതും കൂടിയാണ് കേട്ടോ. ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര നടുവേദന ഒക്കെ വന്നപ്പോൾ പിന്നെ എനിക്ക് പാത്രം കഴുകാൻ കഴിഞ്ഞില്ല, അതാണ് പിന്നെ വേഗം ഞാൻ അകത്തേക്ക് കൊണ്ടുവച്ചിക്കുക. പുറത്ത് ഇങ്ങനെ ബിരിയാണി വെച്ച പാത്രമൊന്നും വെക്കാൻ പറ്റില്ല, കുറച്ച് വെള്ളം ഒഴിച്ച് അകത്ത് കൊണ്ടുവച്ചിക്കുക. കാരണം നായ തൊട്ടാലോ എന്ന് വിചാരിച്ചിട്ട് പിറ്റേന്നാണ് ഇതെല്ലാം കൂടി തേച്ചേക്കുന്നത്. രണ്ട് പരിപാടി ഉണ്ടായിരുന്നല്ലോ. പക്ഷെ എന്ത് മടിയാണെങ്കിലും എന്ത് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ദിവസമാണെങ്കിലും ഓർഡർ വന്നാൽ ഞാൻ സട കുടഞ്ഞ് എഴുന്നേൽക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൈസ കിട്ടുമെന്ന് വിചാരിക്കും നിങ്ങൾ, പക്ഷേ പൈസ കിട്ടുന്നത് മാത്രമല്ല, എന്തോ ഒരു മാനസികമായിട്ടൊരു സന്തോഷം കൂടിയാണ് കേട്ടോ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ. പൈസ കിട്ടും, അത് അതിൽ മെജോറിറ്റി തന്നെ ഉണ്ട്. പക്ഷേ എന്നാലും ഇങ്ങനെ ഈ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒരു സത്യത്തിൽ ഇൻട്രസ്റ്റ് തന്നെയാണ്. പക്ഷേ ഈ ബിരിയാണി ഇങ്ങനെ വെച്ച് എനിക്ക് ശരിക്കും മടുപ്പ് വന്നിക്കണ്. ഇനിയിപ്പോൾ ബിരിയാണി അല്ലാത്ത ഐറ്റംസിനൊക്കെ ആൾക്കാർ ഓർഡർ ചെയ്യട്ടെ എന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്. അതൊക്കെ ബിരിയാണി തന്നെ ആകുമ്പോൾ ഒരു സുഖമില്ലല്ലോ, ഇപ്പോൾ എത്ര കാലമായി ബിരിയാണി തന്നെ വെക്കുന്നത്. അപ്പോൾ ഇനി ഫ്രൈഡ് റൈസോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് വരട്ടെ എന്നാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്. ബിരിയാണീൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് കാറ്ററിങ് തുടങ്ങാനും വീട്ടിലെ ആവശ്യത്തിനൊക്കെ അത് ഉപയോഗിക്കാം. ബാത്റൂമിൻ്റെ നിലത്തെ ടൈലൊക്കെ കുത്തിപ്പൊളിച്ച് 2-3 ദിവസമൊക്കെ എടുത്തിട്ടാണ് പണിക്ക് പോകും. അത് കഴിഞ്ഞ് ഗ്യാപ്പ് കിട്ടുമ്പോൾ അത് വന്ന് ചെയ്യും. പിന്നെ അവർ വന്ന് ടൈൽസുകാർ വന്ന് ചെറുതായിട്ടാണുള്ളേ ഉള്ളൂ, എന്നാലും അവിടെ കോൺക്രീറ്റ് ചെയ്ത് പിന്നെ വന്ന് ടൈലിട്ട് അപ്പോക്സ് ചെയ്ത് അതൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യണം, ഷവറൊക്കെ ഒന്ന് മാറ്റണം. അങ്ങനെ അല്ലറ ചില്ലറ പണിയും കൂടിയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.